പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത രീതിയിലുള്ള ഒരു കൃഷിയിടം നമുക്ക് സന്ദർശിക്കാം. അപൂർവമായിട്ടാണ് പലരും ഫ്രാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാറ്. ഫ്രാഷൻ ഫ്രൂട്ട് കൃഷി ആവശ്യത്തോടു കൂടി ചെയ്തെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി കൃഷിക്ക് വളരെ മോശമാകുന്ന രീതിയിലാണ് അതിന് കായ്ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ആ കൃഷിയിടം ഒന്ന് സന്ദർശിക്കാം. നമ്മുടെ മാന്നാമംഗലത്തുള്ള താഴത്തേടം ബേബി എന്ന് പറഞ്ഞൊരു കർഷകൻ്റെ കൃഷിയിടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിച്ചറിയാം. മഴക്കാലമായതുകൊണ്ട് കൃഷിയൊക്കെ വളരെ മോശമായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം പൂവ് വിടണമെങ്കിലും ആ പൂവിലേക്ക് വെള്ളം വീണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊരു കൃഷി ചെയ്യണമെന്നൊരു തോന്നല അങ്ങനെ പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് കടന്നു. പാഷൻ ഫ്രൂട്ട് കൃഷി തുടക്കത്തിൽ അത് നട്ടെങ്കിലും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴാണ് അതിൻ്റെ കായ. ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം സംഗതി മഴ കൂടുതലുകൊണ്ടും കായ ഇപ്പോൾ ഇലകൾ ചീഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പോൾ വരേണ്ട പൂവുകൾ മുഴുവൻ വെള്ളം വീണ് അതേപടി തന്നെ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രക്ഷപ്പെടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ കാർഷിക സത്യവർമ്മ മേഡമാണ് ഈ കൃഷി രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊരു കൃഷി ഇപ്പോൾ ഇവിടുന്ന് ഒല്ലുകര AD ആയിരുന്നു. AD ഇപ്പോൾ സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ കൃഷി ഡയറക്റ്റായി ജില്ലയിലേക്ക് പോയി പുള്ളി. അങ്ങനെ എന്നാലും ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ളൊരു കഠിന പ്രയത്നത്തിലാണ് ഇപ്പോഴും. അങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പോൾ കുറച്ച് കായൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ടൊക്കെ ചീച്ചിൽ കെട്ടിക്കൊണ്ടിരിക്കുക. അതിനെന്ത് പ്രതിവിധി കണ്ടെത്തും എന്നുള്ള ഒരു മാർഗ്ഗമില്ലാണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1.5 ലക്ഷം രൂപയുടെ മുകളിൽ എനിക്ക് മുടക്കായിട്ടുണ്ട്. ഇതിനകത്ത് പച്ചക്കറികളും കൃഷി ചെയ്യാറുണ്ട്. നേന്ത്രവാഴ കൃഷി ചെയ്ത് അത് കാട്ടാന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ വ്യത്യസ്തമായിട്ട് രീതിയിലുള്ള കൃഷിയിലേക്ക് കടന്നതാണ് പാഷൻ ഫ്രൂട്ട് കൃഷി. പാഷൻ ഫ്രൂട്ട് കൃഷി ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ നട്ട കൃഷി ഇതിപ്പോഴാണ് ഈ ജൂൺ ആകുമ്പോഴത്തേക്കാണ് കായായി വരുന്നത്.
1,00,000 രൂപയോളം അതിന് മുടക്കുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഭയങ്കര ഇതിലായിട്ടാണ് നിൽക്കണം. കേട് കണ്ടമാനം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചീച്ചൽ രോഗം വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഓരോ കായ വീണ് തുടങ്ങിയത്. പൂ വിരിയണത് മുഴുവൻ മഴ അധികരിച്ച് വന്ന കാരണം കൊണ്ട് ആ പൂക്കൾ മുഴുവൻ ചീഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തീരെ കായ കുറവാണ്. നല്ല 1 ഏക്കർ സ്ഥലത്തോളമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നിരന്തരം ഇതിനകത്ത് തന്നെ. എന്നാലും ഇത് ഉപേക്ഷിക്കാൻ ഒരിക്കലും തീരുമാനമില്ല. എന്തെങ്കിലും ഇതിന് മെച്ചപ്പെടും എന്നുള്ളതാണ് കണക്കൂട്ടലാണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര പ്രതിരോധ ശക്തി ഈ ഡെങ്കിപ്പനിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തി കിട്ടും, ഈ കൗണ്ടിങ് കൂടും എന്നൊക്കെയാണ് കേൾവി. ഇവിടുന്ന് കുറേ ആൾക്കാർ വന്നപ്പോൾ ഓരോന്നൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്. ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി വരും എന്നാണ് പറയണത്.